നമസ്കാരം. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിയന്ത്രണം വിട്ടുപോയേക്കാം. എങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം സഹിക്കാവുന്നതിൻ്റെ പരമാവധിക്കപ്പുറം സഹിച്ചു. കണ്ടിട്ടും പലതും കണ്ടില്ല എന്നും നടിച്ചു. പക്ഷേ ഇനിയത് വയ്യ. ആണുങ്ങൾക്ക് പട്ടിയുടെ വില പോലുമില്ലാത്തൊരു നാടാണ് നമ്മുടേത്. നിയമം പെണ്ണുങ്ങൾക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന ശിക്ഷ, അധിക നിയമ പരിരക്ഷ. ഈ അധിക നിയമ പരിരക്ഷയെ ചൂഷണം ചെയ്തു ജീവിക്കുന്ന അല്ലെങ്കിൽ മുതലെടുത്ത് സമൂഹത്തിൽ ആളാകുന്ന കുറേ പെൺകോലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് കോഴിക്കോട് ഗോവിന്ദപുരത്ത് 42 വയസ്സുള്ള ഒരു യുവാവ് അയാളുടെ ജീവിതം സ്വയം അവസാനിപ്പിച്ചതിനെക്കുറിച്ചാണ്. ഒരു വനിതാ ആക്ടിവിസ്റ്റുകളും ഇതറിഞ്ഞിട്ടില്ല. അതിജീവിതമാർക്ക് വേണ്ടി മെഴുകുതിരിയും കൊളുത്തി കടിച്ചു പിടിച്ച് തെക്കു വടക്ക് നടന്നവളുമാരൊന്നും ഈ മരണം കണ്ടില്ല. ഉളുപ്പില്ലാതെ സ്വന്തം കുടുംബത്തിലുള്ള ആണുങ്ങളോടുള്ള കലി തീർക്കാൻ അതിജീവിതമാർക്കെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയും മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിലും കള്ള കണ്ണീരൊഴുക്കിയ മുതുക്കി വല്യമ്മമാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. റോഡരികിലിരുന്ന് മൂത്രമൊഴിച്ച വയോധികനെ കാറ് കയറ്റി കൊല്ലാൻ തോന്നിയെന്ന് വിളിച്ചു പറഞ്ഞ അഹങ്കാരത്തിന്റെ അവസാന വാക്കായ സ്ത്രീയും ഇത് കണ്ടില്ല. ജീവനൊടുക്കിയത് ഒരാണാണല്ലോ. എന്തിനാണ് ദീപക് എന്ന ചെറുപ്പക്കാരൻ സ്വയം ജീവനൊടുക്കിയത്? ഷിംജിത മുസ്തഫ, അതാണ് അവളുടെ പേര്, ഷിംജിത മുസ്തഫ. ഇവൾ ഒരു പൊതുപ്രവർത്തകയാണെന്നാണ് മാധ്യമ പരീക്ഷകൾ വിളമ്പിയത്. ഇന്നലെ ദീപകിന്റെ മരണശേഷം പോലും ഇവളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഒരു മാധ്യമ വ്യഭിചാരികളും തയ്യാറായില്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലരല്ലാതെ. ഇവളൊരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഇവളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അന്നു തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിരവധി പേർ ഇവൾ പറയുന്നത് കള്ളമാണെന്ന് കമൻറ്റ് ചെയ്തിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ ആ വീഡിയോ പിൻവലിച്ചു. പക്ഷേ സംഭവിക്കാനുള്ളത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആ വീഡിയോയിൽ ഇവളുടെ ശരീരത്തിൽ മോശമായി സ്പർശിച്ചു എന്നാരോപിച്ച ആ ചെറുപ്പക്കാരൻ ദീപക് സമൂഹ മാധ്യമത്തിലൂടെയുള്ള അധിക്ഷേപവും അതിൻ്റെ നാണക്കേടും താങ്ങാൻ കഴിയാതെ തൻ്റെ വീട്ടിൽ കെട്ടിത്തൂങ്ങി മരിച്ചു ഇന്നലെ. അയാൾ വിവാഹമോചിതനാണ്. അയാൾക്കൊരു ചെറിയ മകനുണ്ട് എന്നാണ് അറിയുന്നത്. അയാളുടെ അച്ഛനമ്മമാർക്ക് അയാൾ ഒരേയൊരു മകനായിരുന്നു. വയസ്സായ അവരെ സംരക്ഷിക്കാൻ ഇനി ആരുമില്ല. ദീപകിൻ്റെ മരണശേഷവും ഷിംജിത മുസ്തഫ എന്ന ഇവൾ ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നു. തന്നോട് ബസ്സിൽ വെച്ച് ഒരാൾ മോശമായി പെരുമാറിയെന്നും അക്കാര്യം അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിരുന്നു എന്നുമാണ് ഇവൾ പറഞ്ഞത്. എന്നാൽ ഇവളുടെ ഈ വാദം അരീക്കോട് SHO തള്ളുകയാണ് ഉണ്ടായത്. അതായത് അങ്ങനെ ഒരു പരാതി ആരും അവിടെ അറിയിച്ചിട്ടില്ല എന്ന്. ഇനി ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. 2 രംഗങ്ങളായിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഭാഗത്ത് ആ ചെറുപ്പക്കാരൻ്റെ മുഖം വ്യക്തമായി കാണാം. നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരു യുവാവ് ഒരു ഹാൻഡ് ബാഗുമായി നിൽക്കുന്നതാണ് ആദ്യത്തെ ദൃശ്യത്തിൽ. ബസ്സിൽ നല്ല തിരക്കാണ്, സീറ്റില്ല. അതുകൊണ്ട് തന്നെ മറ്റു പല യാത്രക്കാരെയും പോലെ അയാൾ നിന്നാണ് യാത്ര ചെയ്തിരുന്നത്. മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു യുവതി അയാളുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരൻ ഈ സ്ത്രീയെ നോക്കുകയോ അവളെ ശ്രദ്ധിക്കുകയോ ശരീരത്തിൽ സ്പർശിക്കുകയോ ചെയ്യുന്നില്ല. അയാൾ തൻ്റെ കയ്യിലുള്ള ബാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണ പോലെ നിൽക്കുകയാണ്. അയാളുടെ ശരീരഭാഷയിലോ മുഖഭാവങ്ങളിലോ യാതൊരു മാറ്റവും പ്രകടമാകുന്നില്ല. അടുത്ത ഭാഗം തന്നെ ഈ ചെറുപ്പക്കാരൻ മോശമായി സ്പർശിച്ചു എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഭാഗം സ്ലോ മോഷനിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതോ സ്റ്റോപ്പിൽ നിർത്താനുള്ള ബെല്ലടിക്കുന്നുണ്ട്. യാത്രക്കാർ ഇറങ്ങാനായി തിരക്ക് കൂട്ടുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനും ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് തന്നെ മോശമായി സ്പർശിച്ചെന്ന് ഇവൾ ആരോപിക്കുന്നത്. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം. അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള ബാഗ് ഉയർത്തിപ്പിടിക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്വാഭാവികമായും ഈ സ്ത്രീയുടെ തിരുശരീരത്തിൽ സ്പർശിക്കുന്നത്. അത് ഇയാൾ അറിയുന്നില്ല. പക്ഷേ ബാഗ് യാത്രക്കാരുടെ ഇടയിൽ കുടുങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഇയാൾ ആ ബാഗ് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവളുടെ ശരീരത്തിൽ രണ്ടാമത് സ്പർശിക്കുന്നത്. നമ്മൾ ഒരു ബാഗും കയ്യിൽ പിടിച്ച് തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരക്കുള്ള ബസ്സിൽ ബാഗുമായി നിന്ന് യാത്ര ചെയ്ത ആ ചെറുപ്പക്കാരൻ തനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യം മാത്രമാണത്. തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഇറങ്ങാനുള്ള സ്റ്റോപ്പ് അടുക്കുമ്പോൾ സീറ്റിലിരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് തയ്യാറായി ഡോറിനടുത്തേക്ക് വരും. ഈ വീഡിയോയിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. തനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കി ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. ആദ്യ ഭാഗത്ത് അയാൾ മുന്നിലും ഈ പെണ്ണ് പിന്നിലുമാണ്. രണ്ടാമത്തെ ഭാഗത്തിലാകട്ടെ അയാൾ ഇറങ്ങാൻ തയ്യാറായി നിന്നപ്പോൾ ഇവൾ ചെരിഞ്ഞു നിൽക്കുകയാണ്. ആ സമയം വരെ ആ ചെറുപ്പക്കാരൻ്റെ പിന്നിൽ നേരെ നിന്ന ഈ പെണ്ണ് അയാൾ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്തിനാണ് ക്യാമറ ഓൺ ചെയ്ത് ചരിഞ്ഞു നിന്നത്? കാര്യം വ്യക്തമാണല്ലോ.
ഇനി ബസ്സിൽ വെച്ച് പുരുഷന്മാർ അപമര്യാദയായി പ്രതികരിച്ചപ്പോൾ പല സ്ത്രീകളും പരസ്യമായി അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരക്കാരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം പുരുഷന്മാരെന്ന് പറഞ്ഞാൽ കാട്ടാളന്മാരാണല്ലോ, ദുഷ്ടന്മാരാണല്ലോ. ഇവളെയൊക്കെ ജനിപ്പിച്ചത് മുട്ടയിട്ട് അടവച്ച് വിരിച്ച പോലെയാണ് ഇവർക്ക് പുരുഷന്മാരോടുള്ള ഒരു രോഷവും വൈരാഗ്യവും ഒക്കെ. പക്ഷേ ഇതുപോലെയുള്ള റീൽസോളികൾ മിണ്ടില്ല. ഇവളുമാർക്ക് വേണ്ടത് റീച്ചാണ്, സമൂഹത്തിൽ ആളാകണം. അതാണ് ഇവറ്റകളുടെ ലക്ഷ്യം. ഇവൾക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇനി നേരെ മറിച്ച് ഒരു പുരുഷനാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്ത തെമ്മാടിത്തരം ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ? IT ആക്ടിലെ 67A അടുപ്പ് കൂട്ടിയ അന്തിച്ചർച്ചകൾ, പാവാട താങ്ങികളായ ആങ്ങളമാരുടെ ആക്രോശങ്ങൾ, അതിനെല്ലാം പുറമെ വനിതാ ആക്ടിവിസ്റ്റുകളുടെ പുലയാട്ട്, ഇതെല്ലാം സഹിക്കണ ഒരു പുരുഷൻ. പക്ഷേ ഇവിടെ ഒരു പെണ്ണാണ്. പെണ്ണിന് എവിടെയും മുൻഗണനയാണല്ലോ. കോടതികളിൽ, നിയമത്തിന് മുന്നിൽ, സമൂഹത്തിൽ, ജോലി സംഭരണത്തിൽ, തെരഞ്ഞെടുപ്പിലെ മത്സരരംഗത്ത്, അങ്ങനെ എവിടെയും ഇവളുമാർക്ക് മുൻഗണനയാണ്. ഒരാഴ്ച മുൻപ് കണ്ണൂരിൽ ഒരു കുടുംബത്തിലെ അമ്മയും മകനും മകൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും അടക്കം ജീവനൊടുക്കിയത് ഓർക്കുന്നുണ്ടാകും. എന്തിനായിരുന്നു അത്? ഈ ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരൻ്റെ ഭാര്യ ഇയാളുടെ അച്ഛൻ ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അയാൾക്കെതിരെ പോക്സോ ആക്ട് അനുസരിച്ച് കേസെടുത്തു. ഇതിൽ മനംനൊന്താണ് ആ 4 പേർ ജീവനൊടുക്കിയത്. ഇവളെയും അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ കുറെ കൊച്ചമ്മമാർ രംഗത്തെത്തിയിരുന്നു. ഒരമ്മ അങ്ങനെ കള്ളം പറയുമോ എന്ന്. സ്വന്തം സഹോദരനോടൊപ്പം ശരീരം പങ്കിടുകയും അതിന് തടസ്സമായി നിന്ന സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്ത നെയ്യാറ്റിൻകരയിലെ നീതു, കാമുകന് വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായി കൊന്ന കഷായം ഗ്രീഷ്മ, കാമുകനോടൊപ്പം ജീവിക്കാൻ അച്ഛനമ്മമാരെയും നൊന്തുപെറ്റ 2 മക്കളെയും എലിവിഷം കൊടുത്തു കൊന്ന ധർമ്മടത്തെ സൗമ്യ, 6 എണ്ണത്തിന് സൈനൈഡ് കൊടുത്തു കൊന്ന കൂടത്തായിലെ ജോളി, സ്വന്തം അമ്മായിയപ്പന് തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന ഷെറിൻ കാരണവർ. ഈ പെണ്ണുങ്ങൾ ചെയ്ത ക്രൂരതയൊന്നും ആണുങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നാലും സൈഡ് സീറ്റുകളിൽ ഇരിക്കുന്ന സ്ത്രീകളുണ്ട്. യാതൊരു മര്യാദയുമില്ലാത്ത കുറേ എണ്ണം. എന്നാൽ ഈ ആൺകിഴങ്ങന്മാർ വായ തുറന്ന് വല്ലതും പറയുമോ? അതില്ല. കമ്പിയിൽ പിടിച്ച് തൂങ്ങി നിന്നാലും ഒരുത്തികളോടും പറയാൻ ധൈര്യപ്പെടില്ല അവന്മാർ. ആ സീറ്റൊന്ന് മാറിയിരിക്കാമോ എന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. കേട്ട ഭാവം നടിക്കില്ല ഇവളുമാര്. എനിക്ക് അനുഭവമുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, സ്ത്രീ സമൂഹത്തിന് തന്നെ ഏറ്റവും കൂടുതൽ അപമാനമുണ്ടാക്കുന്ന ഒന്നാണ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം. ഇത്തരം പരാതി മറ്റ് സംസ്ഥാനങ്ങളിൽ കേട്ടുകേൾവി പോലുമില്ലത്രേ. നമ്മുടെ കേരളത്തിൽ മാത്രം. ഇങ്ങനെയുള്ള സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കരുത്. നാടും വീടും കൂടും കുടുംബവും കൊച്ചുങ്ങളും ഒന്നുമില്ലാത്തവളുമാരാണ് പാണ്ടിലോറിയുടെ ഗ്ലാസ് പോലെയുള്ള കണ്ണാടിയും തലയിൽ വെച്ച് തട്ടുദോശ വലിപ്പത്തിലുള്ള പൊട്ടും കുത്തി വന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നത്. ഇത്തരക്കാരെ സ്ത്രീകൾ തന്നെ നേരിടണം. കുറ്റിച്ചൂലുകൊണ്ട് കൈകാര്യം ചെയ്യണം. കാരണം നിങ്ങളുടെ അച്ഛനും മകനും ഭർത്താവും സഹോദരനും മരുമകനും ഒക്കെ പുരുഷന്മാരാണ്. നാളെ ഇതേപോലെയുള്ള നേരം തെറ്റിപ്പിറന്ന ഏതെങ്കിലും ഒരെണ്ണം വൈറലാകാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം തകർക്കുന്നത്, തന്തയില്ലായ്മത്തരം തകർക്കുന്നത്, അത് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായേക്കാം. നിയമത്തിന് മുന്നിൽ 2 തരം നീതിയാണ്. കുറ്റകൃത്യം ഒന്നാണെങ്കിലും ആണിനും പെണ്ണിനും വേറെ വേറെയാണ് നീതി. ഒരു പരിധിവരെ ജനങ്ങൾ സഹിക്കും, പിന്നെ അതുണ്ടാകില്ല. അത് ഓർത്താൽ ഇതുപോലെയുള്ള റീൽസോളികൾക്കും ഇവൾമാരെ പോലെയുള്ളവരുടെ വീട്ടുകാർക്കും നല്ലത്.